നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ വീടിന്റെ അടിത്തറ പൊളിച്ച മൃതദേഹം പുറത്തെടുത്തത് പോലീസ്. കൊല്ലപ്പെട്ട വിജയന്റെതെന്ന് കരുതുന്ന മൃതദേഹമാണ് ഇരുത്തിക്കുഴിച്ചിട്ട നിലയിൽ ഇന്നലെ കണ്ടെത്തിയത്. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ ഇത് വിജയന്റേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ. ദുരഭിമാനവും വ്യക്തിവിരോധവും ആഭിചാരക്രിയകളും കൊലയിൽ ചർച്ചയുണ്ടാകുന്നുണ്ട്. ദുർമന്ത്രവാദത്തിനിടെയാണോ കൊലപാതകം എന്ന സാധ്യതകളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മോഷണ കേസിൽ പിടിയിലായ കാക്കാട്ടുകട നെല്ലിൽ വിഷ്ണുവിനെ സുഹൃത്തും ദുർമന്ത്രവാദിയുമായ കട്ടപ്പന പുത്തൻപുരയ്ക്കൽ നിതീഷ് എന്നിവരുടെ വെളിപ്പെടുത്തലുകളും തുടർന്നുണ്ടായ അന്വേഷണവുമാണ് നിർണായകമായത്. അറസ്റ്റിലായ വിഷ്ണുവിന്റെ പിതാവാണ് കൊല്ലപ്പെട്ട വിജയൻ. കാഞ്ചിയർ കാക്കാട്ടുകടയിൽ പ്രതികൾ താമസിക്കുന്ന വീടിന്റെ അടിത്തറ പൊളിച്ചാണ് കട്ടപ്പന പോലീസും ഫോറൻസിക് വിഭാഗവും ചേർന്ന മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്തത്. കുത്തിയിരുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഇതാണ് കൊലയ്ക്ക് പിന്നിൽ ആഭിചാരക്രിയയോ മന്ത്രവാദമോ ഉണ്ടോ എന്ന സംശയം ശക്തമാക്കുന്നത്. ഓഗസ്റ്റിലാണ് വിജയനെ കൊന്നതെന്നാണ് സൂചന. നിതീഷിന് വിജയനോടുള്ള വ്യക്തിവിരോധമാണ് കൊലപാതകത്തിന് കാരണം. നിതീഷ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലുകയായിരുന്നു. ഈ ചുറ്റികയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ വിഷ്ണുവിന്റെ അമ്മയും കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയുമായ സുമയെയും പ്രതി ചേർത്തു. സുമയുടെ അറിവോടെയായിരുന്നു വിജയന്റെ കൊലപാതകം. വിഷ്ണുവിന്റെ സഹോദരിയിൽ നിതീഷിനുണ്ടായ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയിരുന്നു. നാണക്കേട് കാരണം 2016 ഈ സംഭവം എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2-ന് കട്ടപ്പന നഗരത്തിലെ വർക്ക്ഷോപ്പിൽ വിഷ്ണുവും നിതീഷും ചേർന്ന മോഷണത്തിന് ശ്രമിച്ചതിനാലാണ് ഇരട്ട കൊലപാതകത്തിന്റെ വിവരം പുറം ലോകം അറിയുന്നത്. ഇവർ പുലർച്ചെ വർക്ക്ഷോപ്പിനുള്ളിൽ കയറിയത് കണ്ട ഉടമയുടെ മകൻ ഇരുവരുടെയും കമ്പി വടിക്ക് അടിച്ച് വീഴ്ത്തിയിരുന്നു. കട്ടപ്പന പോലീസിന് കൈമാറി. തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിലെത്തിയ പോലീസ് മന്ത്രവാദ ലക്ഷണങ്ങൾ കണ്ട് ദുരൂഹത തിരിച്ചറിഞ്ഞ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് വസ്തുക്കൾ പുറത്ത് വന്നത്. ഈ വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെയും മകളെയും പൂട്ടിയിടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഇവരെ പോലീസ് ചോദ്യം ചെയ്തു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എല്ലാം അവർ പോലീസിനോട് തുറന്നു പറഞ്ഞത്. ഇതോടെയാണ് ഇരട്ടക്കൊല തെളിഞ്ഞത്. വിജയന്റെ ഭാര്യയെയും മകളെയും ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകം ഉറപ്പിച്ച പോലീസ് ശനിയാഴ്ച പ്രതി നിതീഷിനു വേണ്ടി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. ഇന്നലെ 1:30 വരെ കോടതി കസ്റ്റഡി അനുവദിച്ചു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ നിതീഷ് ഇരട്ടക്കൊലപാതകം സമ്മതിച്ചു. കാക്കാട് കടയിൽ വീട്ടിലെത്തിയ പോലീസ് ആദ്യം വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെത്തി. തുടർന്ന് വിജയനെ കുഴിച്ചിട്ട ഭാഗത്ത് സമാന്തരമായി കുഴിയെടുക്കുകയും 6 അടി താഴ്ചയെത്തിയപ്പോൾ ഈ പാന്റും ഷർട്ടും ധരിച്ച് 3 മടക്കിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. ഡോക്ടറുടെ സഹായത്തോടെ മൃതദേഹം പുറത്തെടുത്തു. പരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി.